ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യം മലയാളിയായി ചരിത്രം സൃഷ്ടിച്ച് അനിൽ മേനോൻ 7 മണിക്കൂർ നീളുന്ന ബഹിരാകാശ നടത്തം ആരംഭിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ വൈദ്യുതി സംവിധാനത്തിന്റെ തകരാറ് പരിഹരിക്കാനുള്ള ജോലികളുടെ ഭാഗമായാണ് സ്പേസ് വാക്ക്. വിശദാംശങ്ങളുമായി സയൻസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചിരികൻ. ഐസൻ, മലയാളിക്കാകെ അഭിമാനമാണ് ഈ ദൗത്യം. ചരിത്ര ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? സുരേഷ്, തീർച്ചയായും മലയാളിക്കാകെ അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ യാത്ര. അതായത് അനിൽ മേനോൻ്റെ ബഹിരാകാശ യാത്രയും ഡോക്ടർ അനിൽ മേനോൻ്റെ ബഹിരാകാശ നടത്തവും. ബഹിരാകാശ നടത്തം നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ 3B പവർ സ്റ്റേഷൻ്റെ, അതായത് അതിനകത്തുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന സ്റ്റാർബോർഡ് 6 ട്രസ്സിൻ്റെ പവർ സംവിധാനമായ 3B പവർ ചാനലിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് 2 ബഹിരാകാശ യാത്രികരും പുറത്തിറങ്ങിയിരിക്കുന്നത്. ജെസിക്ക മേയറും അതുപോലെ തന്നെ അനിൽ മേനോനുമാണ് ഇപ്പോൾ ഈ ബഹിരാകാശ നടത്തം നടത്തുന്നത്. ഏതാണ്ട് 6.5 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കും കൃത്യമായും ഈ യാത്ര എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഇന്ത്യൻ സമയം ഏതാണ്ട് 6:45 കൂടിയാണ് ഇവർ ബഹിരാകാശ നടത്തം ആരംഭിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹിരാകാശ ദൗത്യത്തിന് 96ാം സ്പേസ് വാക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പിന്തുണയോടെ നടക്കുന്ന 281ാമത്തെ സ്പേസ് വാക്ക് കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ചരിത്ര ഘടകമാകുന്നത്, മറ്റൊരു പ്രധാന വിഷയം കൂടിയാകുന്നത് അനിൽ മേനോൻ്റെ യാത്ര തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അറ്റകുറ്റപ്പണികളുടെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് പുറത്തിറങ്ങുന്നത്. 6.5 മണിക്കൂറോളം അവർ ബഹിരാകാശ നടത്തം, അതായത് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഈ പവർ സ്റ്റേഷൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പുറത്തിറങ്ങുകയാണ് ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6ാമത്തെ സ്പേസ് വാക്കാണ് ജെസിക്ക മേയറെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നതെങ്കിൽ ആദ്യത്തെ ബഹിരാകാശ യാത്രയാണ് അനിൽ മേനോൻ്റേത്. അനിൽ മേനോൻ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ 13ാം തീയതിയും അതുപോലെ തന്നെ 25ാം തീയതിയും അദ്ദേഹത്തിന് ഈ ബഹിരാകാശ നടത്തമുണ്ട് എന്നതാണ്. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ മലയാളിയായി മാറിയിരിക്കുകയാണ് ഒറ്റപ്പാലത്ത് വേരുകളുള്ള അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഡോക്ടർ അനിൽ മേനോൻ. അദ്ദേഹം വിവിധങ്ങളായ ഗവേഷണങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. മൈക്രോഗ്രാവിറ്റിയിലെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വിശാലമായ നിരവധി ഗവേഷണങ്ങൾ അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. ആ ഗവേഷണങ്ങളുടെയൊക്കെ ഭാഗമായി കൂടി തന്നെയാണ് ഈ ബഹിരാകാശ നടത്തവും അതിനനുബന്ധ ഉപകരണങ്ങളുടെ ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ബഹിരാകാശ നടത്തമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ശരി, ഐസൻ ജോസ്, സയൻസ് ഡെസ്കിൽ നിന്നും.